ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിൻറ്റ് അൽഫോൻസ ചർച്ച് വാൻകൂട് ഇടവകയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെയിൻറ്റ് അൽഫോൻസ ചർച്ച് വാൻകൂട് ഇടവക സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ വാൻകൂട് എന്ന സ്ഥലത്താണ്. വാൻകൂട് റെയിൽവേ സ്റ്റേഷനെയും അതുപോലെ തന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ BARCയുടെയും രണ്ടിനെയും ഇടയിലായിട്ട് വാൻകൂട് റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്തായിട്ടാണ് വാൻകൂട് ദേവാലയം, സെൻറ്റ് അൽഫോൻസായുടെ നാമധേയത്തിലുള്ള ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിനെ ലോകം മുഴുവൻ കാണിക്കുവാനായിട്ട് ഇന്നേ ദിവസം ഈ ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചർച്ചസ് ഓഫ് ഇന്ത്യ ടീമിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് അൽഫോൻസ ചർച്ച് വാൻകൂട് ദേവാലയത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1988 കല്യാൺ രൂപത സ്ഥാപിതമാകുന്നതിന് മുൻപേ തന്നെ കേരളത്തിൽ നിന്നും കുടിയേറി വന്ന ഒരുപാട് മലയാളികൾ അവർ നമ്മളുടെ വാൻകൂട് പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നു. അവരുടെ ആ സമയത്തുള്ള പാസ്റ്ററൽ നീഡ്സും കുർബാനയ്ക്കും എല്ലാമായിട്ട് അവർ ആശ്രയിച്ചിരുന്നത് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് വാൻകൂടിനെയാണ്. ബോംബെ രൂപതയുടെ കീഴിലുള്ള സെയിൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ അന്നു മുതലുള്ള നമ്മളുടെ പാസ്റ്ററൽ കെയറുകളെല്ലാം നടത്തി പോന്നിരുന്നു. അതിനുശേഷം 1988 നമ്മളുടെ രൂപത സ്ഥാപിതമായപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് സീറോ മലബാർ കമ്മ്യൂണിറ്റി ഇവിടെ ഫോം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നാളുകൾ നമ്മളുടെ സീറോ മലബാർ പാസ്റ്ററൽ കെയർ നമ്മൾ നടത്തിയിരുന്നത് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് വാൻകൂട് ദേവാലയത്തിലും അതോടൊപ്പം തന്നെ BARCയിലുള്ള ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിന് ഉള്ളിലുള്ള അവർ ലേഡി ഓഫ് പീസ് ചാപ്പലിൽ വെച്ചുമാണ് നമ്മളുടെ അജപാലന ശുശ്രൂഷകൾ നടത്തി വന്നിരുന്നത്. ഒരുപാട് നാളത്തെ നമ്മുടെ ഇടവക ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായിട്ട് ഒരു ദേവാലയം പണിയുക എന്നുള്ളത്. അങ്ങനെ 1999 നമ്മൾ വാൻകൂട് വില്ലേജിൽ വാൻകൂട് റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് തന്നെയായിട്ട് ദേവാലയം പണിയുവാനായിട്ട് അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഡേവിസ് ചിറയത്തച്ഛൻ്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഒത്തൊരുമയുള്ള നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ നേതൃത്വത്തിലും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ ദേവാലയത്തിനാവശ്യമായ ഒരു സ്ഥലം വാങ്ങുകയുണ്ടായി. ദേവാലയത്തിനുള്ള സ്ഥലം വാങ്ങിയതിന് ശേഷം ദേവാലയത്തിൻ്റെ പണികൾ ആരംഭിക്കുകയും നമ്മുടെ ഇടവക ജനത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന
രീതിയിൽ 2005 ജനുവരി 21 കല്യാൺ രൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ തോമസ് ഇലവനാൽ നമ്മളുടെ ഇടവകയുടെ ബ്ലെസ്സിങ് നടത്തുകയും ഇടവകയെ കോൺസെക്രേറ്റ് ചെയ്യുകയും ഈ ദേവാലയത്തിന് അന്ന് പേര് കൊടുത്തത് സെയിൻറ്റ് തോമസ് ചർച്ച് മാൻകൂർഡ് എന്ന പേരിലാണ്. അന്നു മുതൽ സെയിൻറ്റ് തോമസ് ചർച്ച് മാൻകൂർഡ് ഇടവക നിലവിൽ വന്നു. 2006 ഫെബ്രുവരി 26 സെയിൻറ്റ് തോമസ് ചർച്ച് മാൻകൂർഡിനെ പൂർണ്ണ ഇടവകയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. സീറോ മലബാർ സഭയിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ കാനണൈസേഷൻ കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ടും നമ്മളുടെ ഇടവകയ്ക്ക് സെയിൻറ്റ് അൽഫോൻസാമയുടെ നാമം നൽകണമെന്ന ആവശ്യങ്ങൾ നമ്മളുടെ ഇടവക ജനങ്ങളിൽ നിന്നും ഉയർന്നപ്പോൾ അഭിവന്ദ്യ പിതാവിനോട് അതിനുള്ള പെർമിഷൻ ചോദിക്കുകയും അതിനുശേഷം നമ്മളുടെ ഇടവകയുടെ പേര് സെയിൻറ്റ് തോമസ് ചർച്ച് മാൻകൂർഡ് എന്നുള്ളതിൽ നിന്നും മാറ്റി സെയിൻറ്റ് അൽഫോൻസ ചർച്ച് മാൻകൂർഡ് എന്നുള്ള പേരിലേക്ക് ആക്കുകയും ചെയ്തു. നമ്മുടെ ഇടവകയുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ അനേകം ഇടവക വികാരിമാരുണ്ട് ഈ സെൻറ്റ് അൽഫോൻസ ഇടവക മാൻകൂർഡിന്. പ്രത്യേകമായിട്ട് നമ്മളെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മളുടെ ഇടവകയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന വികാരിമാർ ബഹുമാനപ്പെട്ട ജോസ് താന്നിപ്പാറ MST അച്ഛൻ, പോൾ മാടനച്ചൻ, ജോയ് പുന്നക്കുഴി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോസ് വട്ടക്കുഴി അച്ഛൻ, പോൾ കളരിക്കൽ അച്ഛൻ, അഗസ്റ്റിൻ പുതിയകുളങ്ങര അച്ഛൻ, ബഹുമാനപ്പെട്ട ജോവി കുണ്ടുകുളങ്ങര അച്ഛൻ, ജോജു അറക്കൽ അച്ഛൻ, ഡേവിസ് ചിറയത്ത് അച്ഛൻ, സുനിൽ കാടപ്പറമ്പിൽ അച്ഛൻ, ജോസഫ് വൈക്കാടൻ അച്ഛൻ, മാത്യു മണിയങ്കരി അച്ഛൻ, പൗലോസ് ചാലക്കൽ അച്ഛൻ, ജിജോ കല്ലേലി OFM അച്ഛൻ, ജിൻഡോ എടാട്ടുകുന്നേൽ അച്ഛൻ, ഷൈജു കാട്ടയത്ത് അച്ഛൻ, സിൻഡോ പുലിക്കോട്ടിൽ അച്ഛൻ, ജിറ്റോ തെങ്ങുപള്ളിൽ അച്ഛൻ, ജെയ്സൺ കൊള്ളനൂർ അച്ഛൻ എന്നിവരാണ് ഈ ഇടവകയിലെ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ വികാരിമാർ. 2023 ഏപ്രിൽ മാസം 27 ഞാൻ ജോണി കൂട്ടുങ്കൽ അച്ഛൻ മാൻകൂർഡ് സെൻറ്റ് അൽഫോൻസ ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് ചുമതലയേറ്റു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നായ ആറ്റോമിക് എനർജിയുടെ അതിൻ്റെ സെൻട്രൽ കോറായ BARC ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടവകയോട് ചേർന്നാണ്. നമ്മുടെ ഇടവകയിലെ ഏകദേശം ഒരു 90% ആളുകളും വർക്ക് ചെയ്യുന്നത് നമ്മളുടെ BARCയിൽ ആണ്. സെൻറ്റ് അൽഫോൻസ ചർച്ച് മാൻകൂർഡ് ഇടവക ഇപ്പോൾ പ്രത്യേകമായിട്ടും നമ്മളുടെ അജപാലന ശുശ്രൂഷകൾ നമ്മൾ നടത്തുന്നത് നമ്മളുടെ ഈ ദേവാലയത്തിലും അതോടൊപ്പം തന്നെ BARCയുടെ ഉള്ളിലുള്ള അവർ ലേഡി ഓഫ് പീസ് ചാപ്പലിലുമായിട്ടാണ്. നമ്മളുടെ ദേവാലയത്തിലെ കുർബാനക്രമങ്ങളിൽ പ്രത്യേകമായി നമ്മുടെ ഇടവകയിലെ ദിവസേനയുള്ള കുർബാനകൾ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാൻകൂർഡ് ദേവാലയത്തിൽ വെച്ചും ചില ദിവസങ്ങളിൽ BARCയിലുള്ള ചാപ്പലിൽ വെച്ചുമാണ് നടത്തപ്പെടാറുള്ളത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കല്യാൺ രൂപതയിലെ ഇടവകകളിൽ ഒന്നാണ്. ഒരുപാട് അസോസിയേഷനുകൾ നമ്മളുടെ ഇടവകയിൽ വർക്ക് ചെയ്ത് പോകുന്നു. പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പാരിഷ് കൗൺസിൽ, പിതൃവേദി, മാതൃസംഘം, യൂത്ത്, കാറ്റക്കിസം, കൊയർ, ഓൾട്ടർ ഏഞ്ചൽസ്, ക്രിസ്റ്റീൻ, കാറ്റക്കിസം, KCCRS എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ അസോസിയേഷനുകളും നമ്മളുടെ ഇടവകയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു. നമ്മുടെ ഇടവകയിലെ പാരിഷ് കൗൺസിൽ വളരെ സജീവമായിട്ട് ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഇടവകയെ വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആധ്യാത്മികവും ഭൗതികവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്ന പാരിഷ് കൗൺസിൽ ഏകദേശം 35 പേരോളം അടങ്ങുന്ന നമ്മുടെ ഈ പാരിഷ് കൗൺസിൽ വളരെ മനോഹരമായിട്ട് ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇടവകയോട് ചേർന്ന് നടക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായിട്ട് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഈ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സാണ്. പ്രത്യേകമായിട്ട് നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള സമൂഹത്തിനെ കൂടി വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഹെൽപ്പുകളും എല്ലാം നൽകിക്കൊണ്ട് നമ്മളുടെ ഇടവക അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. രോഗികളെ സന്ദർശിക്കുവാനും അവരെ സഹായിക്കുവാനും പ്രത്യേകിച്ച് പാരിഷ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മുൻകൈയെടുത്ത് ഇടവക മുന്നോട്ട് പോകുന്നു.
നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പിതൃവേദി. അപ്പന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇടവകയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നു. പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തിരുനാളുകൾക്ക് മുൻകൈ എടുക്കുവാനായിട്ടും അതിൽ സജീവമായി പ്രവർത്തിക്കുവാനായിട്ടും പിതൃവേദിയിലെ മെമ്പേഴ്സ് വളരെ സജീവമായി മുമ്പോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തോമാസ് ലീഹായുടെ തിരുനാള്, യോസേപ്പിതാവിൻ്റെ തിരുനാള് എന്നിവയ്ക്കെല്ലാം നേതൃത്വം നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുകയും നമ്മുടെ ഇടവകയും പരിസരങ്ങളും വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യുന്ന നമ്മുടെ പിതൃവേദി മെമ്പേഴ്സ് ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. പിതൃവേദി പോലെ തന്നെ എന്നാൽ വളരെ ശക്തമായിട്ട് ആക്റ്റീവായിട്ട് നമ്മളുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മളുടെ മാൻകൂർഡ് മാതൃസംഘം. നമ്മളുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ മനോഹരമായിട്ട് പങ്കുചേർന്നുകൊണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് വളരെ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇടവകയെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മുടെ അമ്മമാർ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ ചാരിറ്റി പ്രവർത്തനങ്ങളിലായാലും ഹോസ്പിറ്റൽ വിസിറ്റുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇടവകയിലെ തന്നെ പ്രായമായവരെ സന്ദർശിക്കുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനും വളരെയധികം മുൻപന്തിയിൽ മുൻപോട്ടേക്ക് നിൽക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇടവകയെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇടവകയിലെ എല്ലാ തിരുനാളുകൾക്കും ഇടവകയെ ഡെക്കറേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഇടവകയിലെ മാതൃസംഘം മെമ്പേഴ്സാണ്. അവരുടെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഇടവകയിലെ എല്ലാ തിരുനാളുകൾക്കും ഡെക്കറേഷനുകൾ നടത്തുന്നതും അതിനെ മനോഹരമാക്കുന്നതും. ഏകദേശം 90ഓളം പേരടങ്ങുന്ന മാൻകൂർഡ് മാതൃസംഘം വളരെ സജീവമായിട്ട് ഓരോ ദിവസവും ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ നമ്മളെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടവകയുടെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. മാൻകൂർഡ് ഇടവകയുടെ ഒരു ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ഇടവകയിലെ യൂത്ത്. ഒരുപാട് ആക്ടിവിറ്റീസിൽ എന്നും മുൻപോട്ട് നിൽക്കുന്ന നമ്മളുടെ തന്നെ വളർന്നു വരുന്ന പുതിയ തലമുറ ഇടവകയുടെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സജീവമായി പങ്കുചേർന്നുകൊണ്ട് വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു യുവജന സമൂഹമാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മളുടെ സെയിൻറ്റ് അൽഫോൻസ ചർച്ച് മാൻകൂർഡിന് ഉള്ളത്. 89ഓളം മെമ്പേഴ്സുള്ള നമ്മളുടെ ഈ ഇടവകയിലെ യുവജനങ്ങളിൽ ഒരുപാട് പേര് വിദേശത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് പഠനത്തിനും ജോലിക്കുമായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വളരെ നല്ല സജീവമായിട്ട് നമ്മുടെ ഇടവകയിൽ വളരെ ആക്റ്റീവായിട്ട് ഒരു വലിയ ഒരു യുവജന സമൂഹം, യൂത്ത് ഗ്രൂപ്പ് രൂപത ലെവലിലുള്ളതും അതുപോലെ തന്നെ ഫൊറേന ലെവലിലുള്ളതുമായ നമ്മളുടെ യുവജനങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളുടെ യൂത്ത് പ്രത്യേകിച്ച് ഇടവകയുടെ എല്ലാ കാര്യത്തിലും വളരെ മനോഹരമായിട്ട് പങ്കുചേരുന്നുണ്ട്. കാരൽസിനായാലും അതുപോലെ തന്നെ നമ്മളുടെ തിരുനാളുകൾക്കും എല്ലാത്തിനും നേതൃത്വം നൽകുകയും പ്രത്യേകിച്ച് ഓരോ പ്രോഗ്രാമുകൾ വരുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയും അതോടൊപ്പം തന്നെ ചാരിറ്റി വിസിറ്റുകളിലൂടെ മറ്റുള്ളവരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന യൂത്ത് വളരെ മനോഹരമായി തന്നെ ഇടവകയിൽ മുൻപോട്ടേക്ക് പോകുന്നു. കാറ്റഗിസം കുട്ടികൾക്ക് വേണ്ടിയുള്ള പല ക്യാമ്പുകളും അറേഞ്ച് ചെയ്യുകയും അതിനെ വളരെ മനോഹരമാക്കി തീർക്കുകയും പ്രത്യേകിച്ച് കാറ്റഗിസം പഠിപ്പിക്കുവാനായിട്ട് മുൻപോട്ട് ഇറങ്ങി വരുന്ന ഒരുപാട് യുവജനങ്ങൾ ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ ഇടവകയുടെ ഭാവിയുടെ പ്രതീക്ഷയായ നമ്മുടെ കാറ്റഗിസം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഇടവകയിൽ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസായിട്ട്, ഒരുപാട് ആക്റ്റീവായിട്ട് നമ്മുടെ ഇടവകയിലെ എല്ലാ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ രൂപതയിലുള്ള കാറ്റഗിസത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ മനോഹരമായിട്ട് പങ്കുചേർന്നുകൊണ്ട് മുൻപോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകിച്ച് കാറ്റഗിസത്തിൻ്റെ ജേക്കബ് ഗ്രൂപ്പ്സിൽ നമ്മളുടെ ഇടവകയെ ബെസ്റ്റ് ഇടവകയായിട്ട് നമ്മളുടെ ഇടവകയിലെ കാറ്റഗിസത്തിനെ ബെസ്റ്റ് യൂണിറ്റായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. വളരെ മനോഹരമായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് കടന്നു പോകുന്ന ടീച്ചേഴ്സും പ്രത്യേകമായിട്ട് നമ്മൾക്ക് എടുത്തു പറയുവാനായിട്ട് 13 ടീച്ചേഴ്സാണ് കാറ്റഗിസം പഠിപ്പിക്കുവാനായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഇടവകയിൽ 33 കുട്ടികൾ ഇപ്പോൾ കാറ്റഗിസം പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ വളരെ മനോഹരമായിട്ട് മുൻപോട്ടേക്ക് പോകുവാനായിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ പഠിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന ടീച്ചേഴ്സ് സ്വന്തമായിട്ടുണ്ട്. എന്നാൽ കാറ്റഗിസം കുട്ടികളെ അവർ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് കിട്ടിയ വിശ്വാസത്തിന് ചോർന്നു പോകാതെ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്
കാറ്റഗിസത്തിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ കാറ്റഗിസത്തിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും ചാരിറ്റി വിസിറ്റുകൾക്ക് ഇവർ പോവുകയും പ്രത്യേകമായിട്ടും കല്യാണിലുള്ള നമ്മുടെ ആശ്രയ ഓൾഡ് ഏജ് ഹോമിലും അനുഗ്രഹ ചിൽഡ്രൻ ഹോമിലും പോവുകയും അതുപോലെ തന്നെ ഇവിടെ ട്രോംബയിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവരെ സന്ദർശിക്കുകയും മാൻകുടിൽ തന്നെയുള്ള ചിൽഡ്രൻസ് ഹോമിൽ പോവുകയും അവരെ സന്ദർശിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ കാറ്റഗിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഇടവകയിലെ കാറ്റഗിസം കുട്ടികൾക്ക് ക്രിസ്ത്യൻ ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടും ആ ക്രിസ്ത്യൻ കൂട്ടായ്മയും പ്രത്യേകമായിട്ട് ഇവരിലെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവന്ന് അവരെ ഒരുമിച്ച് ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇടവകയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട്. ഏകദേശം 15 പേരോളം അടങ്ങുന്ന ഓൾട്ടർ ഏഞ്ചൽസിൻ്റെ ഒരു കൂട്ടായ്മ നമ്മുടെ ഇടവകയിലുണ്ട്. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ദിവസവും കുർബാനയിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കുർബാനയെ മനോഹരമാക്കുകയും കുർബാനയുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും തിരുനാളുകളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുകയും ലിറ്റർജിക്കലായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഓൾട്ടർ ഏഞ്ചൽസിൻ്റെ ഗ്രൂപ്പ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. രൂപത ലെവലിൽ നടത്തുന്ന ഓൾട്ടർ ഏഞ്ചൽസിൻ്റെ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ദൈവവിളി ക്യാമ്പുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ഓൾട്ടർ ഏഞ്ചൽസ് ടീം ഇപ്പോഴും ഇടവകയെ വളരെ മനോഹരമായിട്ട് സഹായിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. നമ്മുടെ ഇടവകയിൽ സിസ്റ്റേഴ്സും അവരുടെ കോൺവെൻറ്റും ഒന്നുമില്ലാത്തതിനാൽ നമ്മുടെ ലിറ്റർജിക്കൽ കാര്യങ്ങളിലെല്ലാം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടവകയിലെ തന്നെ ലിറ്റർജിക്കൽ കമ്മിറ്റിയാണ്. ഏകദേശം 10 പേരോളം അടങ്ങുന്ന നമ്മുടെ ഈ ലിറ്റർജിക്കൽ കമ്മിറ്റി ഓരോ ദിവസവും കുർബാനയുടെ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ തിരുനാളുകൾക്കും എല്ലാം ലിറ്റർജിക്കലായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വളരെ പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ലിറ്റർജി കമ്മിറ്റി നമ്മളുടെ ഇടവകയുടെ ഒരു ഭാഗമായി തന്നെ മുൻപോട്ടേക്ക് പോകുന്നു. നമ്മുടെ രൂപതയുടെ KCCRSൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് നമ്മളുടെ ഇടവകയിലെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ യൂണിറ്റ് വളരെ നന്നായിട്ട് തന്നെ ഇടവകയുടെ പ്രാർത്ഥനകളിൽ സജീവമായിട്ട് നേതൃത്വം നൽകിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകുന്നു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുൻപുള്ള അരമണിക്കൂർ നേരത്തെ സൈലൻ്റായിട്ടുള്ള ആരാധനയ്ക്ക് പ്രത്യേകമായിട്ടും മുൻപന്തിയിൽ ഇവർ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഇടവകയിൽ കണ്ടക്ട് ചെയ്യുന്ന അഖണ്ഡ ജപമാല മാസത്തെ സെലിബ്രേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം KCCRS മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകാറുണ്ട്. ഏകദേശം 20 പേരോളം അടങ്ങുന്ന വളരെ സുന്ദരമായ വളരെ മനോഹരമായ ഒരു കൊയറാണ് ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. മാൻകുടിയുടെ ഇടവകയുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്നും കൊയറിൻ്റെ സാന്നിധ്യം വളരെയധികം പ്രസക്തി ആർജിച്ചതാണ്. നമ്മളുടെ കുർബാന ക്രമങ്ങളിൽ പ്രത്യേകിച്ചും നമ്മളുടെ ആരാധനകളിലും നമ്മളുടെ കുർബാനയിലും അതുപോലെ തന്നെ നമ്മളുടെ ലിറ്റർജിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും വളരെ മനോഹരമായിട്ട് തങ്ങളുടെ ഗാനങ്ങളിലൂടെ കൂടുതൽ ഭക്തിയിൽ തിരുക്രമങ്ങളിൽ പങ്കുചേരുവാനായിട്ട് അവർ നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ രൂപത കണ്ടക്ട് ചെയ്യുന്ന ഫാദർ സണ്ണി മെമ്മോറിയൽ ചർച്ച് കൊയർ കോമ്പറ്റീഷൻ്റെ ചരിത്രത്തിൽ മുഴുവനായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വട്ടം ഈ കോമ്പറ്റീഷനിൽ വിന്നേഴ്സായിട്ടുള്ളത് മാൻകൂട് കൊയർ ടീമാണ്. പ്രത്യേകമായിട്ട് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരുപാട് നല്ല സമ്മാനങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി നൽകിയ വളരെ ആക്റ്റീവായിട്ടുള്ള കൊയർ മെമ്പേഴ്സ് ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ട് തന്നെയുണ്ട്. നമ്മുടെ ഇടവകയുടെ തിരുനാൾ പ്രത്യേകമായിട്ടും നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥയുടെ നാമധേയത്തിലുള്ള തിരുനാൾ നമ്മൾ നടത്തുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷമായിട്ട് നമ്മുടെ ഇടവകയിൽ നടത്തുന്നത്. അതിനുശേഷം രണ്ടാമത് നമ്മൾ തിരുനാൾ നടത്തുന്നത് ജനുവരി മാസത്തിൽ നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളും അൽഫോൻസാമയുടെയുമായിട്ട് സംയുക്തമായിട്ടുള്ള തിരുനാൾ നമ്മൾ നടത്തുന്നത്. തിരുനാളുകൾ നടത്തുമ്പോൾ നമ്മളുടെ മാൻകൂട് ദേവാലയത്തിലും അതുപോലെ അണുശക്തി നഗറിലെ BRCയിലെ അണുശക്തി നഗറിൽ സ്ഥാപിതമായ അവർ ലേഡി ഓഫ് പീസ് ചാപ്പലിൽ വെച്ചുമാണ്. നമ്മളുടെ തിരുനാളിൻ്റെ പ്രദക്ഷിണങ്ങൾ അതുപോലെ തന്നെ ഹോളി വീക്കിൻ്റെ ആചരണങ്ങൾ
ദുഃഖവെള്ളിയാഴ്ചത്തെ നമ്മളുടെ കുരിശിൻ്റെ വഴി ഇതെല്ലാം നമ്മൾ നടത്തുന്നത് BRCയിലെ അണുശക്തി നഗറിൽ ഉള്ള നമ്മളുടെ വഴികളിലൂടെയാണ്. പ്രത്യേകമായിട്ടും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ടും നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും ഈ പ്രദക്ഷിണങ്ങളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ഇടവക പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നു. ഇതോടൊപ്പം തന്നെ 8 നോമ്പ് ആചരണം, കൊന്തമാസത്തിൻ്റെ ആചരണം, യൂപ്രാസ്യാമ്മയുടെ തിരുനാൾ, യോസപിതാവിൻ്റെ തിരുനാളുകൾ എന്നിങ്ങനെയുള്ള തിരുനാളുകൾ പ്രത്യേകിച്ച് മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിൽ സജീവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. ഞായറാഴ്ചയിൽ നമ്മുടെ ഇടവകയിൽ 2 കുർബാനകളാണ് ഉള്ളത്. രാവിലെ 8:15 മാൻകുടിയിലുള്ള നമ്മളുടെ സെയിൻറ്റ് അൽഫോൻസ ദേവാലയത്തിൽ വെച്ച് കുർബാനയും, അതിനുശേഷം 10:30 BRCയുടെ അണുശക്തി നഗറിലുള്ള അവർ ലേഡി ഓഫ് പീസ് ചാപ്പലിൽ വെച്ച് കുർബാനയും നടത്തപ്പെടുന്നു. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഈ 2 ദിവസങ്ങളിലും അണുശക്തി നഗറിലുള്ള ചാപ്പലിൽ വെച്ചായിരിക്കും നമ്മുടെ കുർബാനകൾ നടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും മാൻകുടിയിലുള്ള സെൻറ്റ് അൽഫോൻസ ദേവാലയത്തിലുമായിട്ട് വൈകിട്ട് 7:30 മണിക്ക് നമ്മുടെ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. മാൻകുടി ദേവാലയത്തിൽ വെച്ച് കുർബാനയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും 7 മണിക്ക് ആരാധനയും അതിനുശേഷം കുർബാനയുമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും കുർബാനയ്ക്ക് ശേഷം അരമണിക്കൂറോളം ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഇടവകയിൽ നൊവേനകൾ നടക്കുന്നത് ബുധനാഴ്ച ദിവസം മാതാവിൻ്റെ നൊവേന, വ്യാഴാഴ്ച ദിവസം യൗസപിതാവിനോടുള്ള നൊവേന, ശനിയാഴ്ച ദിവസം വിശുദ്ധ അൽഫോൻസാമയോടുള്ള നൊവേന എന്നിങ്ങനെ 3 നൊവേനകളും നമ്മൾ പ്രത്യേകമായിട്ടും എല്ലാ ആഴ്ചയിലും നടത്തപ്പെടാറുണ്ട്. നമ്മുടെ ഇടവകയിൽ നിന്നും ഒരാൾ ദൈവവിളി സ്വീകരിച്ച് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി തന്നെ അച്ഛനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന ആൽബർട്ട് അച്ഛൻ ഈ ഇടവകയിൽ ആയിരുന്നപ്പോൾ സെമിനാരിയിൽ ചേരുകയും ഇപ്പോൾ വൈദികനാവുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നും ദൈവവിളി സ്വീകരിച്ച് സന്യസ്തരായ സിസ്റ്റേഴ്സ് 2-3 പേരുണ്ട്. പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ LSMSലുള്ള അന്ന ക്രിസ്റ്റീന സിസ്റ്റർ, CMC കോൺഗ്രിഗേഷനിലുള്ള റിസ്പ പീറ്റർ സിസ്റ്റർ, CMC കോൺഗ്രിഗേഷനിൽ തന്നെയുള്ള കാതറിൻ മരിയാനെ സിസ്റ്റർ എന്നിങ്ങനെയുള്ള സിസ്റ്റേഴ്സ് നമ്മുടെ ഇടവകയിൽ തന്നെ മക്കളായിരുന്നു. ഇനിയും ഈ ഇടവകയിൽ നിന്ന് ഒരുപാട് ദൈവവിളികൾ ഉണ്ടാകുവാനായിട്ട് ഇവരെല്ലാം എന്നും പ്രചോദനമായിട്ട് ഇടവകയിൽ ഇടയ്ക്ക് വരികയും കുട്ടികളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഏകദേശം 300-ന് മേളിൽ മെമ്പേഴ്സുള്ള നമ്മളുടെ ഈ ഇടവകയെ പ്രത്യേകമായിട്ട് നമ്മൾ 9 യൂണിറ്റുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. യൂണിറ്റ് പ്രെയർ മീറ്റിങ്ങുകളിലൂടെയും അതോടൊപ്പം തന്നെ യൂണിറ്റിൻ്റെ മറ്റ് ആക്ടിവിറ്റീസിലൂടെയും ഫീസ്റ്റ് ആഘോഷങ്ങളിലൂടെയും വളരെ സജീവമായിട്ട് തന്നെ നമ്മുടെ പാസ്റ്ററൽ കെയറിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് യൂണിറ്റ് ഭാരവാഹികൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ 9 യൂണിറ്റുകളും മുമ്പോട്ടേക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ മുൻപോട്ടേക്ക് പോകുന്നു.
നമ്മുടെ ഇടവക ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മാൻകുട്ട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ തന്നെ BRCയോട് ഏറ്റവും അടുത്ത് തന്നെ ഉള്ള ഒരു ദേവാലയം കൂടിയാണ്. നമ്മുടെ ഇടവകയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സയൺ പനവേൽ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. BRCയിൽ നിന്നും ഏറ്റവും അടുത്ത് അണുശക്തി നഗറിൽ നിന്നും 600 മീറ്റർ വരുവാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ നമ്മളുടെ ഇടവകയിലേക്ക്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് സാധിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ടും പ്രാർത്ഥനകളിൽ പങ്കുചേരുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും അൽഫോൻസാമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുവാനായിട്ടും പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ ഈ ഇടവകയെ നിങ്ങൾക്ക് എല്ലാവർക്കും മുമ്പിൽ പരിചയപ്പെടുത്തി തന്ന ചർച്ചസ് ഓഫ് ഇന്ത്യ ടീമിന് ഏറ്റവും സ്നേഹപൂർവ്വം മാൻകുട്ട് ഇടവകയുടെ പേരിലും എല്ലാ ഇടവക ജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ സഹനത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും സഹനങ്ങൾ വരുമ്പോൾ അൽഫോൻസാമ്മയെ മാതൃകയാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.